തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു. PR-ന്റെ പലതരത്തിലുള്ള വെർഷൻ ഉണ്ടാകുന്നു. അതിലേറ്റവും മികച്ചത് ഏതാണ് എന്നുള്ളതാണ് ഇനി സംശയമുണ്ടാകുന്നത്. കാരണം നമുക്കറിയാം കോൺഗ്രസിനും BJP-നും അതുപോലെ CPM നിന്നൊക്കെ പുതിയ PR തള്ളുകളെല്ലാം വരുന്നത് നാം കാണുന്നതാണ്. അതിൽ KC വേണുഗോപാൽ കപ്പ തിന്നുന്നത്, അതുപോലെ തന്നെ MV ഗോവിന്ദൻ അവിടെ പെൻഷൻ വാങ്ങുന്ന കാര്യം, അതുപോലെ തന്നെ MV ഗോവിന്ദൻ്റെ ആ പരിപാടിയിൽ നിന്നിട്ട് ബംഗാളികളെ കൊണ്ടുവന്ന് മുദ്രാവാക്യം പഠിപ്പിക്കുന്ന കാര്യം, അതിനുശേഷം വന്ന പല PR-കളും പൊട്ടിപ്പാളീസായി പോകുന്ന സാഹചര്യങ്ങൾ നാം കണ്ടതാണ്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് PR എന്ന് പറയുന്നത് മന്ത്രി വീണ ജോർജിന് കഴുത്തിന് പരിക്കേറ്റു എന്നുള്ളതാണ്. അവിടെ പരിക്കിനെ നിസ്സാരമായി കാണുന്നതോ അവർ കള്ളം പറയുന്നോ എന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ അപ്പോഴും അവിടെ കഴിഞ്ഞ ദിവസം നടന്ന ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതിലൊരിടത്തും വീണ ജോർജിനെതിരെ അക്രമം നടത്തുന്ന KSUക്കാരെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയോ ഒരിടത്തും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ മൊബൈൽ ക്യാമറകളടക്കം ചാനൽ ക്യാമറകളടക്കം നിരവധി ക്യാമറകളെല്ലാം ഒരേ സമയത്ത് റൺ ചെയ്യുന്ന സമയത്തും ഒരിടത്ത് പോലും വീണ ജോർജിനെ ആക്രമിക്കുന്ന ഒരു സെക്കൻഡുള്ള ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുള്ള ദൃശ്യങ്ങൾ പോലും കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ അവിടെ എന്താണ് പറയേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് തിരിച്ചു പറയുന്ന CPM പ്രവർത്തകന് തിരിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാമറ ഇല്ലെങ്കിൽ അക്രമം നടന്നില്ല എന്നുള്ളതാണോ പ്രധാനപ്പെട്ട ചോദ്യം. ഇതാണ് അവർ ചോദിക്കുന്ന പ്രധാന കാര്യം. അവിടെ ക്യാമറ ഇല്ലെങ്കിൽ അക്രമം നടന്നില്ല എന്ന് ഒരാളും പറഞ്ഞില്ല. പക്ഷെ അപ്പോഴും അവിടെ ഉണ്ടാകുന്നത് എല്ലാ ക്യാമറ ദൃശ്യങ്ങളും ഒരുപോലെ മിഴി തുറന്നിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് KSUക്കാർ വന്ന് ആക്രമിച്ചു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് വന്ന് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത്യാവശ്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ആ ദൃശ്യങ്ങളിൽ ഒരിടത്തും അങ്ങനൊരു അക്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇനി മറ്റൊന്ന്, അവിടെ റെയിൽവേയുടെ ക്യാമറ പരിശോധിച്ച് നോക്കാം. അവിടെയും അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അങ്ങനൊരു അക്രമം അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല അങ്ങനെ നടന്നതിൻ്റെ യാതൊരു തെളിവും ആ ക്യാമറ ദൃശ്യങ്ങളിൽ ഒരിടത്തും തന്നെ ഇല്ല എന്നുള്ള കാര്യം കൂടി പറയണം. മറ്റൊന്ന് അവിടെ എടുത്തു പറയേണ്ട കാര്യം, അവിടെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് ഈ സമയത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് വലിയ തരത്തിൽ അവർ പറയുന്ന സാഹചര്യം ഉണ്ടായി, ഒരിടത്തും അക്രമം നടത്തില്ല കാര്യം കൂടി കാണിച്ചു, പ്രതിഷേധിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. അവിടെ കാലഘട്ടത്ത് അതായത് നിയമസഭാ ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള പല പ്രതിഷേധങ്ങൾ നാം കണ്ടിട്ടുള്ളതാണ്. പല പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. മന്ത്രിമാർക്കെതിരെ, MLA-മാർക്കെതിരെ, ജനപ്രതിനിധികൾക്കെതിരെ, അങ്ങനെയെല്ലാം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടുള്ളതാണ്. റീത്ത് വയ്ക്കുന്ന സമരം മുതൽ കസേര കത്തിക്കുന്ന സമരങ്ങൾ വരെ, അതുപോലെ തന്നെ കുഴിയെടുക്കുന്ന സമരങ്ങൾ വരെ, കരിയോലൊഴിക്കുന്ന സമരങ്ങൾ വരെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. പ്രതിഷേധങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. നാട് കത്തിച്ച പാരമ്പര്യം വരെ ഈ പറഞ്ഞ DYFIക്കും SFIക്കും ഉള്ളത് നമുക്കറിയുന്നതാണ്. സോളാർ കേസിൽ ഇവർ നടത്തിയ സമരങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതും അതുപോലെ സെക്രട്ടറി വളയിൽ എത്രത്തോളം ഉണ്ടായിരുന്നു സമരങ്ങൾ എന്നുള്ളതും നാം എല്ലാം കണ്ടതാണ്. അവസാനം ബാത്റൂമിൽ പോകാൻ നിവൃത്തിയില്ലാതെ ആ സമരം പൊട്ടിപ്പാളി പോകുന്ന സാഹചര്യം നാം കണ്ടിട്ടുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള സമരങ്ങൾ കേരളം കണ്ടിട്ടുള്ളതാണ്, കേരളം സാക്ഷിയായിട്ടുള്ളതാണ്. അതിലൊന്നും പക്ഷേ ഒരു വനിതാ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഒരു വനിതാ ജനപ്രതിനിധിക്കെതിരെ ഒരിടത്തും ഇന്നേ വരെ നാളിതുവരെ അക്രമം നടന്നതായി നമ്മുടെ ഇടത്തും ചരിത്രത്തിലില്ല. പക്ഷേ ജനപ്രതിനിധികളെ ഈ പറഞ്ഞ വനിതകളെ പോലും യാതൊരു ഇതും നോക്കാതെ ആക്രമിച്ച പാരമ്പര്യം SFIക്കും DYFIക്കും ഉണ്ടെന്ന് കൂടി ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ നാം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജനപ്രതിനിധികളെല്ലാം തന്നെ പലതരത്തിലുള്ള കലാകായികപരമായി വലിയ മുൻപന്തി നിൽക്കുന്നവരാണ്. അതിലേറ്റവും മികച്ച നടിയാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പറയുന്നത് വീണ ജോർജിനെ കുറിച്ചാണ്. പണ്ട് സ്കൂളിൽ മോണോ ആക്ട് മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച അല്ലെങ്കിൽ 2ാം സ്ഥാനം ലഭിച്ച അതേ വീണ ഇന്നിപ്പോഴത്തെ വലിയ തരത്തിൽ പുതിയ മോണാക്ടുമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നത്. അതുമാത്രമല്ല വലിയ തരത്തിൽ ഇന്നലെ മുതൽ SFI, DYFI, CPM പ്രവർത്തകർ വലിയ തരത്തിൽ അക്രമം അഴിച്ചുവിടുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് നമ്മുടെ മന്ത്രി ആക്രമിച്ചു, അത് ഞങ്ങൾ പൊറുക്കില്ല, വെറുതെ ഇരിക്കില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവിടെ നാട് നീളെ അക്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ CPM-ൻ്റെയും DYFIയുടെയും പ്രമുഖ നേതാക്കളടക്കമുള്ളവർ ഈ പറഞ്ഞ നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഇവർ പറയുന്ന ആക്രമണങ്ങൾ എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. നിങ്ങളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ അവിടെ ചുവന്ന വട്ടത്തിലുണ്ടാകും. അവിടെ ഇതിലാണ് അവർ ദൃശ്യങ്ങളിൽ ആക്രമിച്ചു എന്ന് പറയുന്നത്. പക്ഷേ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം, അതിലെവിടെയെങ്കിലും ഈ അക്രമം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യങ്ങൾ കേരളം ഒട്ടുക്കും കണ്ടതാണ്, ഇന്ത്യ ഒട്ടുക്കും ഈ വീഡിയോ കണ്ടതാണ്. ഇതിൽ ഒരിടത്ത് പോലും അക്രമം നടന്നാലുള്ള ദൃശ്യങ്ങൾ ഒരിടത്തില്ല. എന്നാൽ SFI, DYFI, CPM പ്രവർത്തകരെല്ലാം പറയുന്നത് ഇതാണ് ആക്രമിച്ച ദൃശ്യങ്ങൾ എന്നുള്ളതാണ്. ഇതിൽ ഒരിടത്തും പക്ഷേ അക്രമിയുടെ ദൃശ്യമോ ആക്രമിച്ച ദൃശ്യമോ വ്യക്തമല്ല എന്നുകൂടി പറയട്ടെ. അപ്പോഴും ആക്രമിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഈ വീണ ജോർജിന് ഈ അടി കിട്ടിയതോ അല്ലെങ്കിൽ ഈ പറയും പോലെ അവർക്ക് പരിക്കേറ്റിട്ടില്ല എന്നല്ല പറയുന്നത്. അപ്പോഴും പറഞ്ഞു വരുന്നത് KSUടെയോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു ദൃശ്യം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നിരിക്കുന്നിടത്തോളം കാലം അത് ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. യാതൊരു തെളിവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോഴാ DYFIയും CPM-ഉം അതിനെതിരെ വലിയ തരത്തിലുള്ള ഘോര പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോഴും യൂത്ത് കോൺഗ്രസും അതുപോലെ കോൺഗ്രസൊക്കെ വലിയ ഓഫറുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1 പവൻ സ്വർണ്ണമാണ് സമ്മാനമായി നൽകാമെന്ന് പറയുന്നത് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പറയുന്നത്. അതായത്
വീണ ജോർജിനെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ അവർക്ക് 1 പവന്റെ സ്വർണം തരാമെന്നാണ് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പറഞ്ഞത്. ഇതുകൂടാതെ പത്തനംതിട്ടയിൽ പറയുന്നത് അവർ ഒരു കുഴിമന്തി വാങ്ങിത്തരാമെന്നാണ് പറഞ്ഞത്. ഇനി ഇതൊന്നും കൂടാതെ അബിൻ വർക്കി പറയുന്നതാകട്ടെ 1 ലക്ഷം രൂപ സമ്മാനം തരാമെന്നാണ് പറയുന്നത്. അത് പലതരത്തിൽ 5 ലക്ഷം രൂപയ്ക്ക് സമ്മാനമായി പറയുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം പറയുന്നത് ഞങ്ങൾ ഇത്രയും സമ്മാനം തരാം. അതിന് ഏകമായി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആകെ ചെയ്യേണ്ട ഒരു കാര്യം വീണ ജോർജിനെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു ദൃശ്യമുണ്ടെങ്കിൽ അതൊന്ന് പുറത്തുവിടുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഈ ദൃശ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലാത്ത സാഹചര്യത്തിലും ഇന്നലെ ദേശാഭിമാനി ഒരു കാർഡ് കൊടുത്തായിരുന്നു. ആ കാർഡിൽ പറയുന്നത് കൈകൊണ്ട് കഴുത്തിൽ ഇടിച്ചു എന്നുള്ളതാണ്. അതുകൂടാതെ കൈ പിടിച്ച് തിരിച്ചു മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതാണ് ദേശാഭിമാനി കൊടുത്ത കാർഡ്. ആ കാർഡ് കൂടി നമുക്കൊന്ന് കാണാം. ഇപ്പം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ കാർഡാണ് ഇന്നലെ ദേശാഭിമാനി കൊടുത്ത്. ആലോചിക്കണം, ഒരു മന്ത്രിയെ, ഒരു വനിതാ മന്ത്രിയെ, അതും ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൈകൊണ്ട് കഴുത്തിലിടിച്ചു വന്നും അതുകൂടാതെ കൈ പിടിച്ച് തിരിച്ചു എന്നൊക്കെ എങ്ങനെയാണ് ഈ പച്ചക്കള്ളം പറയാൻ പറ്റുന്നതെന്നാണ് ആലോചിക്കുന്നത്. അതൊരു മാധ്യമ സ്ഥാപനമാണ് പറയുന്നത് മന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? നാം ഒന്ന് ആലോചിക്കണം. ഇവിടെ ഇവരെല്ലാം ആക്രമിച്ചു എന്ന് പറഞ്ഞ് വ്യാജമായ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെറിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലേറ് നടക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാറിന്റെ ഗ്ലാസ് തകർന്ന് കല്ലേറ് നടക്കുകയും ഉമ്മൻചാണ്ടി നെഞ്ചിൽ ആ കല്ല് കൊള്ളുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. അന്ന് അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ നടത്തിയൊരു പ്രസ്താവന ഉണ്ട്. നമുക്ക് ആ പ്രസ്താവന ഒന്ന് കാണാം. ഇതാണ് ആ പ്രസ്താവന. ഉമ്മൻചാണ്ടിയുടെ തൊലിക്കട്ടിയെ പറ്റി ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ട് എന്ന് ഞങ്ങളാരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ ഠെം ജല്ലി തെറിച്ച് അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെയുള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല. കുറച്ചൊരു ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? അത്രയേ ഉള്ളൂ. ഇതിൽ പിണറായി വിജയൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഉപ്പും കൂട്ടി മിണുങ്ങാനുള്ള രീതിയെങ്കിലും പറഞ്ഞുകൂടെ എന്നുള്ളതാണ് ജനങ്ങളും ചോദിക്കുന്നത്. കാരണം ഇവിടെ ഒരിടത്തും ഈ പറയുന്ന അക്രമം നടന്നതായി കാണാൻ സാധിക്കുന്നില്ല, തെളിവില്ല എന്നുള്ളതാണ്. ആലോചിക്കണം, CCTV ദൃശ്യങ്ങളിൽ പോലും അത്തരത്തിലൊരു തെളിവ് ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒന്നടങ്കം അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം പറയുന്നത് വീണ ജോർജിനെ ആക്രമിച്ചതാണ്. അപ്പോൾ ഇവിടെ പ്രസക്തമാകുന്നത് പിണറായി വിജയൻ പറഞ്ഞ ഈ വാക്ക് തന്നെയാണ്. കുറച്ചുകൂടി ഉപ്പും കൂട്ടി മിണുങ്ങാനുള്ള രീതിയിലെങ്കിലുള്ള നുണ പറയണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയണം. മറ്റൊന്ന്, ഇവിടെ ഈ വിഷയം വന്ന ശേഷം MLA ആയ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കവർ ഫോട്ടോ കൂടി മാറ്റിയിട്ടുണ്ട്. ആ ഫോട്ടോ വെച്ചേക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നേരെ, അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ അന്ന് നടത്തിയ ആ കല്ലേറിന്റെ ഫോട്ടോയാണ് അവിടെ ചാണ്ടി ഉമ്മൻ കവർ ഫോട്ടോ ആയിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഇവിടെ മന്ത്രിയെ അവിടെ വീണ ജോർജിനെ തന്നെ ICUലാക്കുന്നു, അവിടെ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു, അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ പലതരത്തിലുള്ളത് നടക്കുമ്പോഴും ആലോചിക്കണം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ ജോർജിനെ കാണാൻ പോകുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നാം ഒന്ന് ആലോചിക്കണം, അവിടെ അത്രയും സീരിയസ് ആയിരിക്കുന്ന ഒരു സമയത്ത്, അത്രയും സീരിയസ് ആയ ഒരു ഹോസ്പിറ്റലിൽ അവിടെ ക്യാമറ കൂടി കൊണ്ടുപോയി, അതും കൃത്യമായ രീതിയിൽ പിണറായി വിജയൻ വരുന്നത് ഷൂട്ട് ചെയ്യുന്നു, നടക്കുന്നത് ഷൂട്ട് ചെയ്യുന്നു, അവിടെ എത്തുന്നത് ഷൂട്ട് ചെയ്യുന്നു, ഒപ്പം തന്നെ വീണയോട് സംസാരിക്കുന്നത് ഷൂട്ട് ചെയ്യുന്നു. ഇതെല്ലാം കൃത്യമായി ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് ഏറുകയാണ്. ഇതെല്ലാം നടക്കുമ്പോൾ ഇത് PR എന്നല്ലാതെ മറ്റെന്താണ് പറയാനാവുക? അരി ആഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും അത് വ്യാജമായ ആരോപണമാണ്, കള്ളത്തരമാണ്, പൊള്ളയായ വർത്തമാനങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാകുന്ന സാഹചര്യത്തിൽ പോലും ഇവർ വീണ്ടും വീണ്ടും ആരോപിക്കുന്നു. MV ഗോവിന്ദനായിക്കോട്ടെ, ജയരാജനായിക്കോട്ടെ, ശൈലജ ടീച്ചർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്കിയുള്ള റഹീം അടക്കമുള്ള നേതാക്കന്മാരായിക്കോട്ടെ, സ്വരാജ് അടക്കമുള്ള നേതാക്കന്മാരായിക്കോട്ടെ, അങ്ങനെയുള്ളവരല്ല സ്പീക്കർ അടക്കം പറയുന്നു ഇത് അക്രമം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സ്പീക്കറോട് ഉള്ളപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മന്ത്രിയെ തിരിഞ്ഞു പോലും നോക്കാതെ അപ്പോൾ തന്നെ സ്പീക്കർ ട്രെയിൻ കയറി നാട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ അതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ സോഷ്യൽ മീഡിയയിൽ അതും ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മന്ത്രിയെ ഇങ്ങനെ വഴിക്ക് വിട്ടിട്ട് പോവാമോ ശംസീറ എന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം ചോദിക്കുന്നത്. ഇതെല്ലാം വ്യാജമായി ഉണ്ടാകുന്നതാണെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകും. ആലോചിക്കണം, ഇവിടെ നാം കണ്ട ഇത്രയും ക്യാമറ കണ്ണുകളെല്ലാം തുറന്നിരിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എത്തരത്തിലുള്ള പൊള്ളത്തരങ്ങളായിരിക്കും മലയാളികളോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അത്രത്തോളം വ്യാജമായ ആരോപണങ്ങൾ നടത്തി കേരളത്തെ വലിയ തരത്തിലുള്ള കലാപകലുഷിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടന്നു. നെയ്യാറ്റിൻകരയിൽ ഒരു MLA തന്നെ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കാൻ നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം.
മര്യാദ അവന്മാരൊന്നും ഇതിലാ മുന്നിൽ നിൽക്കുന്നത് MLA കെ ആൻസലിനാണ്. CPM നേതാവാണ്, CPM MLA ആണ്. ഇദ്ദേഹമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമരപ്പന്തലിലേക്ക് ആൾക്കാരുമായി പോകുന്നത്. അതിൽ അവർ എടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു MLA അല്ലേ, നിങ്ങളതിങ്ങനെ ചെയ്യാമോ എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം പല നേതാക്കന്മാരും അക്രമം ആഹ്വാനം ചെയ്യാറുണ്ട്, അക്രമം നടത്താറുണ്ട്. പക്ഷേ ഒരു MLA നേതൃത്വം കൊടുത്ത് ഇത് നടക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവർ കൃത്യമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ പോലും പുതിയ തരത്തിലുള്ള PRകളൊക്കെ നിങ്ങൾ ചെയ്തോ, ഒരു പ്രശ്നമില്ല. പുതിയ നാടകങ്ങളൊക്കെ ഉണ്ടാകും, നാടകമേ ഉലകം തന്നെയാണ്, അതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് കേരളത്തെ ഏത് രീതിയിൽ ബാധിക്കും എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോഴും CPM അനുകൂലികളെല്ലാം പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ വീണ ജോർജിനെതിരെ പറയുന്നത്, എന്തിനാണ് വീണ ജോർജിനെ വെറുതെ ആക്രമിക്കുന്നത്, ഇവിടെ ആരോഗ്യരംഗം മികച്ചതല്ലേ എന്നാണ് ചോദിക്കുന്നത്. തിരിച്ചവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും തിരിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യരംഗം മികച്ചതാണെങ്കിൽ ഇവരെന്തിനാണ് ഈ അമേരിക്കയിൽ പോകുന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ വീഴ്ചകളൊക്കെ ആര് സമാധാനം പറയുന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ഈ വീഴ്ചകൾക്ക് ആരാണ് സമാധാനം പറയേണ്ടത്? വീണ ജോർജ് എപ്പോഴും ചെയ്തിട്ടുള്ളത്, അവർക്കെതിരെ ഏത് പ്രതിഷേധമുണ്ടായാലും അവർ അതിനെ ധാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ നേരിടുന്നതാണ് പതിവുണ്ടാകുന്നത്. ഇതുകൂടാതെ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നിങ്ങൾ കാണിക്കുന്ന ഓരോ കാര്യം കൂടിയും ഞങ്ങൾക്കത് പൂമാല പോലെയാണ്. എന്നിട്ട് ഇതേ അവർ തന്നെ ചെയ്തത്, വാടാ വന്ന് കൊന്നിട്ട് പോടാ എന്ന രീതിയിൽ സംസാരിക്കുന്ന സാഹചര്യവും പ്രതിഷേധക്കാർക്കെതിരെ ഉണ്ടാകുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾ മുന്നെയാണ് ഇവർ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരോട് കയർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർക്കെതിരെ പ്രതിഷേധമുണ്ടായാൽ അതൊക്കെ തോന്നിയവാസവും, ഇവർ പ്രതിഷേധിച്ചാൽ അതൊക്കെ ജനകീയ സമരവുമായി മാറുന്നതിൻ്റെ ഇരട്ടത്താപ്പ് കൂടി ജനങ്ങൾ ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്ര നാടകം കളിച്ചാലും എത്ര തന്നെ PR കളിച്ചാലും ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് PR, ഏതാണ് സത്യസന്ധത, എന്താണ് സത്യമായ കാര്യം. അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും മന്ത്രി വീണ ജോർജിൻ്റെത് പൊള്ളയായ വാദങ്ങൾ മാത്രമാണെന്നും വെറും പച്ച നുണ മാത്രമാണെന്നുമാണ് ജനങ്ങളെല്ലാം എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ പലതരത്തിൽ ഉള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും വലിയ തരത്തിലുള്ള പ്രസ്താവനകൾക്ക് വരുന്നുണ്ട്. അതെല്ലാം പറഞ്ഞ് ഒരു മന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കാമോ, മന്ത്രി ഇങ്ങനെ ചെയ്യാമോ, ഒരു സ്ത്രീയല്ലേ, ഒരു വനിതയല്ലേ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോഴും അവരെല്ലാം തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യം, ഇതേ വനിതകളാണ് ഇത്രയും കാലം ആക്രമിക്കപ്പെട്ടത്, ഇതേ വനിതകൾക്ക് നേരെയാണ് ഇത്രയും കാലം ചോദ്യങ്ങൾ ഉണ്ടായത്, ഇതേ വനിതകൾക്ക് നേരെയാണ് ഈ പറഞ്ഞ സൈബർ ആക്രമണം ഉണ്ടായത്, അന്നൊന്നും ഇതൊന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നത്. ഒരു വ്യാജമായ ആരോപണത്തിന് പിന്നിൽ ഇത്തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുമ്പോൾ അതുകൂടി നിങ്ങൾ ആലോചിക്കണ്ടേ. 45ഓളം ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടായിരുന്നു, 45ഓളം ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും 45ഓളം ഈ പറഞ്ഞ ചികിത്സാ പിഴവുകൾ ഉണ്ടായിട്ടും അതിലൊന്നും മറുപടി പറയാതെ മന്ത്രിക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഈ അസുഖം ഉണ്ടായെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. പ്രതിഷേധിച്ചാൽ ഉടനെ കഴുത്തുളുക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. അപ്പോഴും ആലോചിക്കണം, കേരളത്തെ കലാപകലുഷിതമാക്കാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ ഭരണകക്ഷി സംഘടനകൾ തന്നെയാണെന്ന് കൂടി ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു.